മക്കയിൽ ഒരു ചെറുപ്പക്കാരൻ മക്കയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ പോലും ആ ചെറുപ്പക്കാരന്റെ നോട്ടത്തിനു വേണ്ടി വീട്ടിൽ നിന്ന് ഭർത്താക്കന്മാർക്കിടയിൽ നിന്നും ഓടിക്കതച്ച് പുറത്തേക്ക് വരും. കാണാൻ സുമുഖൻ, സുന്ദരൻ, ദിവസം 4-5 തവണ പട്ടുവസ്ത്രം മാറ്റുന്നവൻ, ശരീരത്തിൽ പുരട്ടിയിരുന്ന സുഗന്ധം മണിക്കൂറുകളോടെ നടന്നുപോയാലും മക്കയിലെ തെരുവിലൂടെ വാസനിപ്പിച്ചിരുന്ന മനുഷ്യൻ. ആ ചെറുപ്പക്കാരൻ അല്പ ദിവസം വീട്ടിന്റെ പുറത്തിറങ്ങാതെ നിശബ്ദനായപ്പോ ഉമ്മ ചോദിച്ചു, മോനെ മിസ്അബേ, എന്താ നിനക്കൊരു സങ്കടം? ഇതുവരെ ഇല്ലാത്തൊരു നിശബ്ദതയാണല്ലോ. മിസ്അബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഉമ്മ, നിങ്ങളൊക്കെ വെറുക്കുന്ന മുഹമ്മദിന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. മുഹമ്മദിന്റെ മാർഗം ഞാൻ എന്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. അന്ന് വരെ മകനോട് ദേഷ്യപ്പെടാത്ത മാതാവ് പുറത്തേക്ക് വിരൽ ചൂണ്ടി ഗർജിച്ചു, മോനെ, ഇനി നിന്റെ സമ്പത്ത് നിനക്കായിട്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ മുഹമ്മദിനെ ഒഴിവാക്കി വന്നാലേ ഈ സ്വത്ത് ഉമ്മ നിനക്കായിട്ട് നൽകൂ. തന്റെ മാതാവിനോട് തിരിച്ചൊന്നും കയർക്കാതെ ഉടുത്തിരിക്കുന്ന ഒരു ഉടുമുണ്ട് മാത്രം ഉയർത്തി കാണിച്ചിട്ട് മിസ്അബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ, ഈ ഉടുമുണ്ട് ഞാൻ എടുക്കട്ടെ? ഈ ഉടുമുണ്ട് അയച്ചിട്ടാൽ ഞാൻ നഗ്നനാണ് ഉമ്മ. ഇതല്ലാത്തതൊന്നും എനിക്ക് നിങ്ങൾ അനുവദിച്ച് നൽകേണ്ടതില്ല. ആ അനുവാദം മകന് കൊടുത്തപ്പോ തന്റെ ഉടുമുണ്ടെടുത്ത് കഴുത്തിലേക്ക് കെട്ടി ഉമ്മാന്റെ അരികിൽ നിന്നും അദ്ദേഹം നടന്നുപോയത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്കായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ചിട്ട് അദ്ദേഹം കണ്ണുനീരോടെ പറഞ്ഞു, നബിയേ, അബായത്തുക ബിൽ ഇസ്ലാം, എനിക്ക് അള്ളാഹുവിന്റെ ദീനിനോട് താല്പര്യം തോന്നുന്നു നബിയേ, അങ്ങയോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യം തോന്നുന്നു റസൂലേ. പിന്നീട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയാ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. 3 മാസങ്ങൾക്കപ്പുറം മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ തിരുദൂതൻ മദീനയിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചു. ആദ്യം മദീനയിലേക്ക് പുറപ്പെട്ട സ്വഹാബികളുടെ കൂട്ടത്തിലുള്ള മിസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തി. മദീനയിലേക്ക് പുറപ്പെടുമ്പോ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ പറ്റി ഇസ്ലാമിക ചരിത്രം പറയുന്നുണ്ട്. കാണാൻ സുന്ദരൻ, ആരോഗ്യ ദൃഢഗാത്രൻ, തിളങ്ങുന്ന കണ്ണുകൾ, ഉറച്ച മാംസപേശി, വെളുത്തു തുടുത്ത സുന്ദരൻ. മദീനയിലെ ജീവിതത്തിന് ശേഷം മാസങ്ങൾക്ക് ശേഷം തിരിച്ചദ്ദേഹം മക്കയിലേക്ക് വന്നു. മക്കയിലെ വീട്ടിന്റെ അരികിൽ ചെന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിന്റെ വാതിലിന്റെ മുൻപിൽ നിന്നപ്പോ വാതിൽ തുറന്ന തിരുദൂതൻ സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞ് തലതാഴ്ത്തി. കാരണം മദീനയിൽ നിന്നും തിരിച്ചു വന്ന മിസ്അബിന്റെ ശരീരം അത്രമാത്രം സഹാബാക്കളെ അത്ഭുതപ്പെടുത്തി. മെലിഞ്ഞൊട്ടി, ശരീരമാകെ ക്ഷീണിച്ച്, കണ്ണുകൾ കുഴിയിലേക്ക് വീണ്, മുടികൾ പോലും പാറിപ്പറന്ന് ഒരു വല്ലാത്ത കോലത്തിൽ വന്ന മിസ്അബിന്റെ മുഖത്ത് നോക്കി തിരുദൂതൻ ചോദിച്ചു, മിസ്അബേ, എന്റെ കൂടെ പോന്നതിന്റെ പേരിൽ നിനക്കെന്തെങ്കിലും സങ്കടമുണ്ടോ? മിസ്അബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിയോടെ പറഞ്ഞു, ഇല്ല നബിയേ, ഞാൻ എന്റെ സൗഭാഗ്യത്തിന്റെ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന സമാധാനത്തെക്കാൾ സന്തോഷവാനാണ് റസൂലേ അങ്ങയുടെ കൂടെ ജീവിക്കുന്ന ഈ ജീവിതം. വീണ്ടും മാസങ്ങൾക്ക് ശേഷമാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് ഉഹുദ് യുദ്ധം വരുന്നത്. ആ ഉഹുദ് യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ നേരത്ത് ഒരു പതാക എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് തിരുദൂതൻ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മിസ്അബേ, ഇത് ഇസ്ലാമിന്റെ പതാകയാ. ഇന്ന ഭാഗത്തിന്റെ നേതാവായി നിന്നെയാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. എന്തു വന്നാലും ഈ പതാക നീ ഉപേക്ഷിക്കരുത്. ഇത് ഇസ്ലാമിന്റെ പതാകയാണ് മിസ്അബ്. തിരുദൂതൻ ഏൽപ്പിച്ച പതാകയും കയ്യിൽ പിടിച്ച് ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് ഓടിയപ്പോ ശത്രുക്കൾ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ വലത് കൈക്ക് വെട്ടി. അറ്റുപോയ വലത് കൈയിൽ നിന്നും ഇടത്തെ കൈയിലേക്ക് അദ്ദേഹം പതാക പിടിച്ചു. ഇടത്തെ കൈക്കും അവര് വെട്ടി. അറ്റുപോയ കൈ ഉപയോഗിച്ച് പതാക മാറത്തേക്ക് പിടിച്ച് വീണ്ടും മുന്നോട്ടോടിയപ്പോ കുന്തം കൊണ്ട് വയറ്റത്ത് കുത്തുകിട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി ഉഹുദിന്റെ മണൽത്തരികളിൽ അദ്ദേഹം മുഖം കുത്തി വീണു. അദ്ദേഹത്തിന്റെ പിൻഭാഗം കണ്ട ശത്രുക്കൾ കരുതി മുഹമ്മദാണ് ഭരിച്ചു കിടക്കുന്നതെന്ന്. ആ പകയും ദേഷ്യവും അവരാ മിസ്അബിന്റെ ശരീരത്തോട് തീർത്തു. പുറംഭാഗം പൊട്ടിപ്പൊളിഞ്ഞു. അദ്ദേഹത്തിന്റെ തലയടക്കം പൊട്ടിക്ക് അവർ അടിച്ചൊടച്ചു. 2 കാലുകളിലും മാരകമായ മുറിവുകൾ ഏൽപ്പിച്ചു. പിന്നീടാണ് അള്ളാഹുവിന്റെ തിരുദൂതനല്ല എന്നറിയുമ്പം അവരാ മയ്യത്തിനെ വിട്ടേച്ചു പോകുമ്പോ സഹാബാക്കൾ നെഞ്ചുപൊട്ടി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, മിസ്അബിന്റെ മയ്യത്തൊന്ന് മറമാടണം. റസൂലുള്ളാഹിന്റെ ആദ്യത്തെ കൽപ്പന, ആദ്യം മിസ്അബിനെ മറമാടിയിട്ട് മതി ബാക്കിയുള്ളവരെ മറമാടാൻ. അതെന്തുകൊണ്ടാണെന്നറിയോ? അത്രയേറെ വെട്ടുകൾ, അത്രയേറെ മുറിവുകൾ, അത്രയേറെ മാരകമായ ചോരപ്പാടുകൾ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അവസാനം മയ്യത്ത് മറമാടാൻ കൊണ്ടുപോയ സഹാബാക്കൾ വീണ്ടും കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂൽ ചോദിച്ചെന്തേ നബിയേ, തലമറയ്ക്കുമ്പം കാലുമറയുന്നില്ല, കാലുമറയുമ്പം തലമറയുന്നില്ല.
അന്ന് ഉമ്മാന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോരുമ്പം ഉടുത്ത ഉടുമുണ്ടുണ്ടല്ലോ നബിയെ, അതേ ഉള്ളൂ മിസ്അബിന് സ്വന്തമായിട്ട്. ബാക്കി കൊടുക്കാൻ പോലും ഞങ്ങളെ കയ്യിലൊന്നുമില്ല നബിയെ. ബാക്കി ഭാഗം പുല്ല് വെച്ച് നിങ്ങൾ മറമാടണം എന്ന് കൽപ്പന കൊടുത്ത് ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കി റസൂലുള്ള പറയുന്ന ഒരു വാക്കുണ്ട്, മിസ്അബേ, നിന്നെ ഞാൻ മക്കയിൽ ആദ്യം കണ്ടപ്പോ നിന്റെ കവിൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ മോനെ, നിന്റെ ശരീരം ഇങ്ങനെയല്ലായിരുന്നല്ലോ മോനെ, നിന്റെ വസ്ത്രങ്ങൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ മോനെ. ഇന്ന് അവസാനത്തെ യാത്രയിൽ നിന്നെ ഒന്ന് മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നിന്നെ ഞാൻ കാണേണ്ടി വന്നല്ലോ മിസ്അബേ എന്ന് കണ്ണുനീരോടെ റസൂലുള്ള പറയുന്നുണ്ടെങ്കിൽ, അതേ മിസ്അബിന്റെ ശരീരത്തിൽ, അതേ മിസ്അബിന്റെ ചെവികളിൽ, അതേ മിസ്അബിന്റെ ഹൃദയാന്തരങ്ങളിൽ അള്ളാഹു അറിയിച്ചു കൊടുത്ത ഇസ്ലാമും അതേ ചോരയും അതേ ഇസ്ലാമിന്റെ സന്ദേശവുമാണ് എനിക്കും നിങ്ങൾക്കും പടച്ചറബ് തന്നതെങ്കിൽ, ആ ചോര കൊണ്ട്, ആ ജീവിതം കൊണ്ട്, ആ വസ്ത്രം കൊണ്ട്, ആ ആയുസ് കൊണ്ട് അള്ളാഹുവിന് വേണ്ടി തിരിച്ചു കൊടുക്കാൻ എന്ത് പണിയാ ഞാനും നിങ്ങളും ചെയ്തതെന്ന് ഓരോ സഹോദരങ്ങളും സഹോദരിമാരും എന്റെ ജീവിതത്തിലേക്ക് ചേർന്ന് നിന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. എത്ര കാലം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു എന്നതല്ല, ജീവിച്ച കാലം ചെറുതാണെങ്കിലും നമുക്കെന്ത് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതിനെപ്പറ്റി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആരാ ഏറ്റവും നല്ലവൻ? ആരാ സമൂഹത്തിലെ ഏറ്റവും നല്ലവൻ? ഇന്ന് ചിലർ പറയാറുണ്ട് ആള് നല്ലോനാ. എന്തേ കാരണം? ആരെ കാര്യത്തിലും ഇടപെടൂല. നേരത്തിന് നിസ്കരിച്ചു പോവും, വെള്ളിയാഴ്ച പള്ളിക്ക് നേരത്തെ വരും, പെരുന്നാളിനൊക്കെ രാവിലെ ഉണ്ടാവും, എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാകും. പക്ഷെ എന്തിനുണ്ടാവൂല? പടച്ചോന്റെ ഖുർആനിൽ പ്രചരിപ്പിക്കുന്നിടത്തും ദീൻ പഠിക്കുന്നിടത്തും ഉണ്ടാവൂല. ആള് നല്ലോനാ, അതാണോ നന്മ? അങ്ങനെയുള്ളവർക്കൊന്നും ചീത്തപ്പേരും ഉണ്ടാവൂല. എന്തുകൊണ്ടാ നമ്മൾക്ക് പലർക്കും ചീത്തപ്പേര്? എങ്ങനത്തെ ചീത്തപ്പേര്? പലർക്കും ഇന്ന് നമ്മൾ ശത്രുക്കളാ. എന്തു പറഞ്ഞതിന്റെ പേരിൽ? ദീൻ പറഞ്ഞതിന്റെ പേരിൽ, ഖുർആനും സുന്നത്തും പറഞ്ഞതിന്റെ പേരിൽ. നാട്ടിലെ പലർക്കും നമ്മൾ ശത്രുക്കളാ. ഒരാളോട് നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറ്റപ്പെടുത്തൽ ഉണ്ടാവും, ആക്ഷേപങ്ങൾ ഉണ്ടാവും. ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾക്കില്ലേ 40ാമത്തെ വയസ്സ് വരെ അൽ അമീൻ, ഏത് കുടുംബത്തിലും പ്രശ്നം പരിഹരിക്കാൻ കൊണ്ടുവരുന്നവൻ. ഏത് വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഓതി മക്കയിലെ തെരുവിലൂടെ പോകുമ്പം മുഹമ്മദിനെ വിളിച്ചിട്ട് കൊടുക്കും. അല്ലമീനെ, മുഹമ്മദേ വാ. വിളിച്ചു കൊടുത്തവർ ആട്ടി ഓടിച്ചിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ. അൽ അമീൻ എന്ന് വിളിച്ചവർ ഭ്രാന്തൻ എന്ന് മുദ്രകുത്തിയിരുന്നു, തെമ്മാടി എന്ന് വിളിച്ചിരുന്നു. നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ, കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവൻ എന്നവരാക്ഷേപിച്ചിരുന്നു. എന്തു പറഞ്ഞതിന്റെ പേരിൽ? അള്ളാഹുവിന്റെ ദീന് പറഞ്ഞതിന്റെ പേരിൽ. ഇന്ന് ചിലരും ചിന്തിക്കൽ അങ്ങനെയാ. ഒരു കാര്യത്തിലും ചെന്നിട്ട് നാട്ടുകാരെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, പിന്നെ എന്ത് ചെയ്താൽ മതി? പഠിക്കുക, ജോലി വാങ്ങുക, അവനാന്റെ കുടുംബം നോക്കുക. എന്നിട്ട് അവനൊരു സർട്ടിഫിക്കറ്റും കൊടുക്കും, നല്ല ചെറിയോനാ, പഠിച്ചോ. എന്നിട്ട് അവൻ ജോലിയും വാങ്ങി കുടുംബവും നോക്കുന്നുണ്ട്. അതാണോ ക്വാളിറ്റി? അതാണോ നല്ല ക്വാളിറ്റി? അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണെന്നറിയോ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ, ജനങ്ങളിൽ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ, ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നവൻ, മിമ്മൻ ദആ ഇലല്ലാഹ്, മിമ്മൻ ദആ ഇലല്ലാഹ്, അവൻ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുന്നവനാകണം. അവൻ റബ്ബിന് വേണ്ടി പണിയെടുക്കുന്നവനാകണം. അള്ളാഹുവിന്റെ ഖുർആനിനെ പറ്റി ജനങ്ങൾക്ക് ബോധവൽക്കരിക്കുന്നവനാകണം. നേടിയെടുത്ത അറിവ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധ്യമാകുന്ന നിലക്ക് പണിയെടുക്കുന്നവനാകണം. കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടയിൽ നിന്നും മംഗലാപുരത്തെ ഉള്ളാളിലെ സഹോദരങ്ങളെ ഞാൻ കാണാൻ വന്നത് നിങ്ങളിൽ ഒരാളുടെയും പെൺമക്കളെ ഞാൻ കല്യാണം കഴിച്ചതുകൊണ്ടല്ല, നിങ്ങളിൽ ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടുമല്ല. ഈ സംസാരിക്കുന്ന എന്റെ വാക്ക് കേൾക്കാൻ എന്റെ രക്തബന്ധത്തിൽപ്പെട്ട ഒരാൾ പോലും ഈ കൂട്ടത്തിൽ ഇല്ലെങ്കിലും നിങ്ങൾ അടങ്ങി ഒതുങ്ങി കേൾക്കുന്നത് ഇത് അള്ളാന്റെ കലാമായതുകൊണ്ടാ. ആർക്ക് മുൻപിലും പറയാൻ പറ്റും, ആർക്ക് മുൻപിൽ ഓതിക്കൊടുക്കാൻ പറ്റും, ആർക്ക് മുൻപിലും ആർജവത്തോടെ വിളിച്ചു പറയാൻ പറ്റുന്ന ആ ആദർശം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണെങ്കിൽ ആ ആദർശത്തെ ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നോനാ. അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നോനാ. ലേൺ ദി ഖുർആൻ. 1, 2, 3 അല്ലെങ്കിൽ 4, 5 ആളുകളുടെ മനസ്സുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സുകളിലേക്ക് അത് എത്തിയിട്ടുണ്ടെങ്കിൽ, ഉള്ളാളിലെ ഓരോ കുടുംബങ്ങളിലേക്കും ആ വെളിച്ചം എത്തിക്കാൻ
പണിയെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തുത്തരവാദിത്തമാ നമ്മൾ അള്ളാഹുവിന്റെ ഖുർആനിനോട് ചെയ്തത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. അള്ളാഹുവിന്റെ ദീനിനെ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കാൻ ഖുർആനിക വചനങ്ങളെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. അമുസ്ലിമീങ്ങളായ ആളുകളൊക്കെ ഈ വിശുദ്ധ ഖുർആനിനെ പറ്റി പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നോണ്ടിരിക്കുക അല്ലേ? ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലോസ് ആഞ്ചലസിലെ തീയ എവിടുന്ന് വന്നു എന്ന് പോലും അറിയാതെ സെക്കൻഡ് വ്യത്യാസത്തിൽ 16,000 കിലോമീറ്റർ വേഗതയിൽ ഓരോ ബിൽഡിങ്ങും കത്തി അമർത്തിയിട്ട് പോവുക. ആഴക്കടലിലെ ചിന്തകളെക്കുറിച്ചും അങ്ങ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ഖനനത്തെക്കുറിച്ചും ഞങ്ങൾക്ക് കഴിവുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയിരുന്നവർ 25 ഫ്ലൈറ്റുകൾക്ക് 25 യുദ്ധവിമാനങ്ങൾക്ക് നടുക്കടലിൽ നങ്കൂരമിട്ട കപ്പലിൽ നിന്നും പറന്നു വരാൻ സാധിക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്ന അമേരിക്കയുടെ കണ്ടുപിടുത്തങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നും ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് അമ്പരന്ന് നിൽക്കുന്ന ജനങ്ങൾക്ക് മുൻപിൽ അപഹാസ്യരാക്കപ്പെടുന്ന കോലത്തിലേക്ക് അള്ളാഹു മാറ്റിയിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ സൃഷ്ടാവ് ഒരു നിമിഷം കൊണ്ട് ഈ ലോകത്തെ നശിപ്പിക്കുമെന്ന് ബോധ്യപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് ആ അള്ളാഹുവിന്റെ ഖുർആൻ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടും അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഗസ എന്ന മഹാനഗരത്തെ ഫലസ്തീനിന്റെ തെരുവോരങ്ങളിലെ മക്കളെ കൊന്നൊടുക്കുമ്പോ വർഷങ്ങൾക്ക് മുൻപ് മൂസാ നബിയുടെ ജനനത്തോടെ ബനൂ ഇസ്രായേലിൽ ഒരു കുഞ്ഞിനെ പോലും ബാക്കി വെക്കരുതെന്ന് കിങ്കരന്മാരോട് ആജ്ഞാപിച്ചിരുന്ന ഫിറഔൻ എന്ന മഹാ അപരാധിയെ പോലെ ഇന്നും ഇസ്രായേലിലെ നെതന്യാഹു ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ ബോംബിട്ട് പൈതലുകളായ ഫലസ്തീനി മക്കളെ പോലും കൊല്ലുമ്പോ അന്ന് അമേരിക്ക ഇസ്രായേലിന് കൊടുത്തത് $80 ബില്യൺ ആയിരുന്നു. $80 ബില്യൺ. അന്ന് ഇസ്രായേലിലെ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഇസ്രായേലിലെ കൂട്ടത്തിലുള്ളവനും ലോസ് ആഞ്ചലസിലുള്ളവരും കൈകോർത്ത് ചിരിച്ച് പൊട്ടിച്ചിരിച്ചപ്പോ ലോസ് ആഞ്ചലസ് സിറ്റിയിൽ ജീവിക്കുന്ന ധനാഢ്യനായ ഒരു സിനിമാ നടൻ സംവിധായകൻ പറഞ്ഞു, ഗസയിലെ തെരുവുകളിൽ പൊട്ടിത്തെറിക്കട്ടെ പിഞ്ചുമക്കൾ, കത്തട്ടെ തെരുവുകൾ. ഇന്നതേ ലോസ് ആഞ്ചലസിൽ കത്തിത്തീരുന്ന സ്വന്തം വീടിന്റെ മുൻപിലിരുന്ന് ഇതെവിടുന്ന് വന്ന തീയാണെന്ന് ചിന്തിക്കാനാവാതെ ആ മനുഷ്യൻ പോലും നെഞ്ചത്തടിച്ച് കരയുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ സൃഷ്ടാവ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ഓരോ വാക്കുകളും ഈ ഉമ്മത്തിനല്ല, ഈ ലോകത്തിനുള്ള പാതയാ. അതറിയിച്ചു കൊടുക്കാൻ നമ്മളെയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിനെ ശരിക്കൊന്ന് പഠിച്ചവർ നമ്മളെ കൂട്ടത്തിൽ പോലും ഉണ്ടാവില്ല. നമ്മളതിന് മെനക്കെട്ടിട്ടില്ല. ഞാൻ ചോദിക്കാറുണ്ട്, സൂറത്തുൽ അൻകബൂത്തിന് എന്തിനാ ചെലന്തിന്റെ പേര്? അൻകബൂത്ത് എന്ന് പറഞ്ഞാൽ ചെലന്തിന്നാ. എന്തിനാ ചെലന്തിന്റെ പേര്? ോടൊക്കെ നമുക്കൊരു പുച്ഛവുക. ഞാൻ പറയാറുണ്ട്, പള്ളിയിൽ നേരത്തെ വന്ന് വേക്കലെ ഫാനും നോക്കി ചാരിയിരിക്കുന്നവനോട് ഒന്ന് മുന്നോട്ടിരിക്കട്ടോ എന്ന് പറഞ്ഞോ, നമ്മളിരുന്നോട്ടെ, ഈ നമ്മൾ നന്നാക്കണ്ട, ഈയാണെ പോയി നന്നാക്കിക്കോന്ന്, നന്നായി പോയിരുന്നോ. ഖുർആൻ പഠിക്കാൻ ക്ഷണിച്ചു നോക്കുങ്ങള്. 250 ബുക്ക് ഇവിടെ ഇറക്കിക്കോളൂ. 50 ആള് വാങ്ങിക്കൊണ്ടുപോയാലായി, ബാക്കി 200 ആളെ പിന്നാലെ അടക്കണം. ഒന്നേ എഴുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലും അല്ലട്ടോ. ഇതെന്റെ മാറ്റത്തിന്, എന്റെ തിരിച്ചറിവിന് എന്ന് ചിന്തിച്ച് പഠിക്കാൻ. അറിവില്ലായ്മയിലൂടെ ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല മുന്നോട്ട്. അൽ മുത്തീഉ, അള്ളാഹുവിന്റെ തിരുദൂതന്റെ പാതയിൽ നിന്ന് ഉലമാക്കൾ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, അൽ ജഹ്ലു, അറിവില്ലായ്മ, അജ്ഞത. മുത്തീഉ ശുമൂസ്, വഴിതെറ്റിയൊരു വാഹന.
അതിന്റെ പിന്നാലെ പോകരുത്. പലരും പല കോലത്തിലും അള്ളാന്റെ ദീനിനെ വ്യാഖ്യാനിക്കും, പല കോലത്തിലും അവർക്കനുസരിച്ച് അവർ വ്യാഖ്യാനിക്കും. സ്വാർത്ഥ ലാഭത്തിനും നേട്ടത്തിനും വേണ്ടിയിട്ട് അവർ മതത്തെ വിൽപ്പന ചരക്കാക്കും. അതിൻ്റെ ഇടയിലൂടെ ജീവിക്കുന്ന നമ്മൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി ബോധ്യപ്പെടണമെങ്കിൽ അറിവേ നമ്മളെ അതിന് സഹായിക്കൂ. അള്ളാഹു ചോദിച്ചില്ലേ, ഖുൽ ഹൽ യസ്തവിൽ ലദീന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും സമാവൂല. അറിവ് വേണം ഏത് കാര്യത്തെക്കുറിച്ചും. നീ എന്തുകൊണ്ടാ നെഞ്ചത്ത് കൈകെട്ടുന്നത്? നീ എന്തുകൊണ്ടാ ഒരു ജാറത്തിങ്കൽ പോവാത്ത്? എന്തുകൊണ്ടാ മക്ബറ മൂടുന്നത് ഏർപ്പാടിലെങ്കിൽ പങ്കെടുക്കാത്ത? എന്തുകൊണ്ടാ എനിക്ക് മൗലൂദില്ലാത്ത? അത് പിന്നെ പണ്ടേ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചതാ. അത് മറുപടിയല്ല. ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ അത് കാണിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അതിന് തെളിവില്ല. ഉണ്ടെങ്കിൽ പടച്ചോന്റെ ഖുർആനിൽ അതുണ്ടാവും, തിരുദൂതന്റെ ജീവിതത്തിൽ അതുണ്ടാവും. 23 കൊല്ല ജീവിതത്തിനിടയിൽ തിരുദൂതന്റെ ജീവിതത്തിൽ പലപ്പോഴും ജന്മദിനം വന്നു, സഹാബത്ത് ആഘോഷിച്ചിട്ടില്ല. പിൻകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന റസൂലുള്ളാന്റെ കരളിന്റെ കഷണം ഫാത്തിമ ബീവി, ലോകത്തിന്റെ പ്രവാചകന്റെ നെഞ്ചൊട്ടിക്കടന്ന ആയിഷ റളിയല്ലാഹു അൻഹ, തിരുദൂതന്റെ വലവും എടവുമായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉമർ ഇബ്നുൽ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇവരാരും അത് ചെയ്തിട്ടില്ലെങ്കിൽ, പിന്നീട് തിരുദൂതന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അതിന് അനുവാദം കൊടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഒരു സ്വഹീഹായ ഹദീസുകളിൽ മത്തിനിലോ സനദിലോ ഒരു ലഈഫും ഇല്ലാത്തൊരു ഹദീസിൽ ആ വിഷയം വന്നിട്ടില്ലെങ്കിൽ ഫഹുവ റദ്ദുൻ, അതെനിക്ക് വേണ്ട. അതിലെത്ര നല്ലതുണ്ട് എന്ന് പറഞ്ഞാലും എനിക്കത് വേണ്ട. നല്ലതായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അത് സമ്മതിക്കായിരുന്നു. ഇനി നല്ലതാന്ന് നമുക്ക് തോന്നിയാൽ മതിയോ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഇശാ നിസ്കാരമൊക്കെ എനിക്കിപ്പോ രാത്രി യാത്രന്റെ ഇടയിലൊക്കെ നിസ്കരിക്കൽ വലിയ ബുദ്ധിമുട്ടാ. ഇശാ 2 മതിയായിരുന്നു, സുബിഹി 4 സുഖ പൊൽച്ചണീറ്റ് പള്ളി പോയ ഇഷ്ടം പോലെ സമയമുണ്ട്. എനിക്ക് നല്ലതാന്ന് തോന്നി മാറ്റാൻ പറ്റുമോ? അതല്ലെങ്കിൽ എനിക്ക് തോന്നുകയാണ് ഞാൻ ആദ്യം ഫാത്തിഹ ഓതുന്നു, വേണ്ട, ഞാൻ ആദ്യം തന്നെ ഒരു 150 ആയത്തോതാൻ വിചാരിച്ചു, ഫാത്തിഹ വേണ്ടാന്ന് എനിക്ക് തോന്നുക, ദിവസം ഓതുന്നല്ലേ, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഓതിയാ മതി. ഇല്ല, നമുക്ക് നല്ലതെന്ന് തോന്നുന്നതല്ല ദീൻ. മറിച്ച് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ സ്ഥിരപ്പെട്ടു വന്നതും റസൂലുള്ളാന്റെ ജീവിതം കൊണ്ട് സ്ഥിരപ്പെട്ടതുമാ. അത് പഠിക്കണം, പഠിക്കാനുള്ള സദസ്സിൽ പങ്കെടുക്കണം, ഖുർആനിക ആയത്തുകൾ പഠിക്കണം, തഫ്സീറുകൾ വായിക്കണം. ലോകത്ത് സർവ്വ വിഷയങ്ങൾക്കുമുള്ള മറുപടി അള്ളാഹുവിന്റെ ഖുർആനിലുണ്ട്. അള്ളാഹുവിന്റെ അരികിൽ പോലും റബ്ബ് ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത് ആരെയാ? ഈ ലോകത്ത് നിന്നും റബ്ബിന്റെ വിശുദ്ധ ഖുർആനിൽ അറിവ് നേടിയവരെ. യർഫഇല്ലാഹില്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. ഈ ലോകത്ത് നമുക്ക് പദവി കിട്ടുന്നത് പണം കൊണ്ടാ. ഒരു തെരഞ്ഞെടുപ്പിന് വരുമ്പോ ആൾക്കാർ നോക്കും, ആ തറവാട്ടുകാരനാ, പ്രസിഡന്റ് ആയിക്കോട്ടെ, ഓ ഓള് നല്ല തറവാട്ടുകാരുത്തിയാ, ഓളെ നമുക്ക് ട്രഷററാക്കാം. പടച്ച റബ്ബിന്റെ പരലോകത്ത് ഹശർ എന്ന മൈതാനിയിൽ അള്ളാഹു ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുപോകുന്നത് വിശുദ്ധ ഖുർആനിന്റെ അറിവനുസരിച്ച, ഓരോ ആയത്തിന്റെയും അറിവുകൾക്കനുസരിച്ച. ഞാനൊക്കെ പറയാറുണ്ട്, നമുക്ക് ഏതോ ഒരായത്തിൽ എന്തോ ഒന്നറിയാം, അത്രേ ഉള്ളൂ. ഉദാഹരണമായിട്ട് സൂറത്തുൽ അബസ, അബസ വത്തവല്ല എന്നുള്ള സൂറത്ത് ഓതുമ്പോഴേക്കും എല്ലാവരുടെ മനസ്സിലും വന്നിട്ടുണ്ടാവും എന്ത്? ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അള്ളാഹു ഗുണദോഷിച്ച ആയത്താണ്. സംഭവം അതൊക്കെ തന്നെയാണ് ശരി. അത് മാത്രാണോ ആ ആയത്തിലുള്ളത്? അല്ല. മറിച്ച് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് പോവുക. ഒരല്പ ദൂരത്ത് നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോടോ ദീൻ സംസാരിക്കുക. ഇതാര് കണ്ടിട്ടില്ല? അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. കേട്ട അറിവ് വെച്ചിട്ടും ആ കേട്ട അവസ്ഥ വെച്ചിട്ടും അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ അല്ലിംനി, എനിക്കൊന്ന് പഠിപ്പിച്ചേരി, ഇതേപോലെ നിങ്ങൾ എന്നോടൊക്കെ ഒന്ന് സംസാരിക്കുക. അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ എങ്ങനെ ഒന്ന് നോക്കി. എന്നിട്ട് മനസ്സിൽ ഒന്ന് ചിന്തിച്ചു, അബ്ദുള്ള എന്തായാലും മുസ്ലിം ആയോനാ, ഈ പ്രമാണിമാര് പൈസക്കാരി ഇപ്പൊ പഠിച്ചാലേ പഠിക്കൂ. അവരെ നേരെ തന്നെ തിരിഞ്ഞു. വീണ്ടും രണ്ടാമതും അബ്ദുള്ള വിളിച്ചു, മൂന്നാമതും വിളിച്ചു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. 3 തവണയും റസൂലുള്ളാഹി ഇങ്ങനെ നോക്കി മനസ്സിലൊരു തീരുമാനം എടുത്തു, അബ്ദുള്ളനോട് ഇനിയും പറയാലോ, അബ്ദുള്ള പോവാണേ പോയിക്കോട്ടെ. റസൂലുള്ള പറഞ്ഞിട്ടില്ലെങ്കിൽ പോയിക്ക് അബ്ദുള്ള, എനിക്ക് പിന്നെ പറഞ്ഞു തരട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് മനസ്സിൽ റസൂലുള്ള എന്ത് ചിന്തിച്ചു? അബ്ദുള്ളക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അബ്ദുള്ള ഓൾറെഡി മുസ്ലിം ആയതല്ലേ, നമുക്ക് ഈ പ്രമാണിമാരെ നേരെ തന്നെ തിരിയാം. മണിക്കൂറുകൾക്കുള്ളിൽ നസലൽ അമീനു മലക്കു ജിബ്രീൽ വന്നു. എന്തിനാ വന്ന്? അബസ വതവല്ല അൻജാഅഹുൽ അഅമാ.
എന്നിട്ട് അല്ലാഹു വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ, നബിയേ എനക്ക് എന്തറിയ നബിയേ, നീ പ്രാധാന്യം കൊടുത്ത പണക്കാര് അവര് പരിശുദ്ധി പ്രാപിച്ചോട്ടെ പ്രാപിക്കാതിരുന്നോട്ടെ, നിനക്കെന്തറിയ നബിയേ. അപ്പൊ അള്ളാഹു നോക്കിയത് എങ്ങോട്ടാ? റസൂലിന്റെ മനസ്സിലേക്കാ. റസൂലുള്ളാന്റെ നാവും എന്നുള്ള വാക്കല്ല അള്ളാഹു പരിഗണിച്ച്. റസൂലെ, എന്റെ അടുത്തൊരു പാവപ്പെട്ട അടിമ കണ്ണുപൊട്ടം വന്നപ്പോ പണക്കാർക്ക് നേരെ നീ തിരിഞ്ഞപ്പോഴുള്ള ആ മനസ്സുണ്ടല്ലോ, അബ്ദുള്ള വേണ്ട പണമുള്ള പ്രമാണിമാര് മതി എന്നുള്ള ചിന്ത, അത് ശരിയായിട്ടില്ലട്ടോ നബിയെ. അതിന്റെ അർത്ഥം എന്താ? ഉള്ളിലുള്ള ചിന്ത പോലും പടച്ചോന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും. ഇന്ന് ചിലര് പറയാറുണ്ട്, എന്ത്, ഞാൻ ഉള്ളു കൊണ്ടു കിടക്കുക, ഏടെ സമയം കിട്ടിയ ഞാൻ അങ്ങ് തീർക്കുന്നു. കൊണ്ടു കിടന്നാ മതി കുറ്റാവാൻ, പറയണം ചെയ്യണം എന്നൊന്നുമില്ല. കഴിഞ്ഞ കൊല്ലണ്ടായ എന്തോ പ്രശ്നത്തിന്റെ പേരിൽ ഈ കൊല്ലം നോമ്പുറക്ക് 4 അങ്ങോട്ട് പറഞ്ഞു, 4 ഇങ്ങോട്ട് പറഞ്ഞു, പിന്നെ 4 അങ്ങോട്ട് പറഞ്ഞു. അപ്പം പറയാ കുടുംബക്കാരോട്, എന്ത് ഇപ്പൊ എനിക്കൊരു സമാധാനമായത്, എന്തേ ഒരു കൊല്ലായി നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടെടുക്കാനും ഞാൻ കൊണ്ടിടന്ന കാലവും കുറ്റ. അബസബത്തവല്ലാന്ന് കേൾക്കുമ്പോൾ ചിന്തിക്കേണ്ടതാ, ഒരു വിശ്വാസി ഒരിക്കലും മനസ്സ് പോലും വേണ്ടാത്ത ചിന്തിക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സോഷ്യൽ മീഡിയ എന്ന മഹാലോകത്തേക്ക് ഇറങ്ങിപ്പിടപ്പെടുന്നവരൊക്കെ ദീനുണ്ടെന്ന് അവകാശപ്പെടുന്ന മുത്തക്കീങ്ങളും മുഖ്ലിസീങ്ങളും തോന്നിയാസങ്ങളും വിവരക്കേടുകളും പരദൂഷണങ്ങളും കുത്തുവാക്കുകളും എഴുതിക്കൊണ്ടിരിക്കുന്നവനെ ന്യായീകരിക്കാൻ കൂട്ടത്തിലുള്ളവർ മത്സരിച്ചോണ്ടിരിക്കുമ്പോ എഴുതാത്തോൻ ചിന്തിക്കുന്നത് ഞാൻ പൊട്ടനായി പോയിന്നാ. അല്ല, അവരെക്കാൾ എത്രയോ നാണവും മാനമുള്ളവരങ്ങള്. നമ്മളെ കാണുമ്പം കുരയ്ക്കുന്ന നായകളെ, ആ നായകളെ കാണുമ്പം തിരിച്ചു കുരയ്ക്കുന്ന നായകളും രണ്ടും തുല്യരാണെന്നും, നീ മറ്റൊരു വാപ്പാനെ വിളിച്ചാൽ അവൻ എന്റെ വാപ്പാനെയും വിളിച്ചാൽ നിങ്ങൾ രണ്ടാളും സ്വന്തം വാപ്പാനെ പറഞ്ഞോലെയാണെന്നും അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ വാപ്പാനെ വിളിച്ചോനെ ഞാൻ മനസ്സ് ചിന്തിക്കുന്നത് സ്വന്തം വാപ്പാനെ വിളിച്ചോനാണത് എന്നാ. അങ്ങനെ ചിന്തിക്കുമ്പോ എനിക്ക് തിരിച്ചു പറയണമെന്നില്ല, ഞാൻ അള്ളാന്റെ അടുത്തേക്ക് വിടും. കാരണം സ്വന്തം വാപ്പാനെ തെറി വിളിച്ചോനാ അവൻ. എന്റെ വാപ്പനല്ല വിളിച്ചത്, അവന്റെ വാപ്പനെ തന്നെയാ. അത് എഴുന്ന് കിട്ടിയ അറിവ അള്ളാന്റെ ഖുർആനിൽ നിന്ന്. ലാ യസ്ഖർ ഖൗമിൻ അസാ യകൂന ഖൈറൻ മിൻഹും. ശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയാ, നിങ്ങൾ മറ്റൊരാളെ പരിഹസിക്കരുത്, നിങ്ങളെക്കാൾ എത്രയോ മുന്തിയവരായിരിക്കും അവർ. അള്ളാഹുവിന്റെ ഖുർആനിലാണ് സമാധാനം, റബ്ബിന്റെ ഖുർആനിലാണ് നമുക്ക് ഏറ്റവും വലിയ ശഫാഅത്ത്. ഞാൻ അവസാനിപ്പിക്കുകയാ. നാളെ റബ്ബിന്റെ അരികിലേക്ക് ചെല്ലുമ്പം ആരും ശുപാർശക്ക് പറയാനില്ലാതെ നിൽക്കുന്ന റബ്ബിന്റെ മഹ്ശറ ലോകത്ത് പോലും നമ്മൾക്ക് ശുപാർശക്ക് വരുന്നത് നമ്മളെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലുമാ. മരിച്ചാൽ പോലും മുറിയാത്ത നന്മയായി നമ്മളെ ഖബറിലേക്ക് വരുന്നതും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, 2000 എടവണ്ണ ജാമിഅ നദ്വിയയിൽ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ എന്റെ മാതാപിതാക്കൾ എന്നെ കൊണ്ട് ചാക്കിയപ്പോ അന്ന് എനിക്ക് അവരോട് വെറുപ്പായിരുന്നു, ദേഷ്യമായിരുന്നു. നാട്ടിലുള്ള പൂരങ്ങളിലും കളികളിലും പങ്കെടുക്കാനാവാതെ 4 ചുമരുകൾക്കുള്ളിൽ ഹോസ്റ്റൽ ജീവിതം നയിച്ച് ദിവസം 3 നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ച് ഒറ്റക്ക് ജീവിച്ചിരുന്ന ആ കാലഘട്ടം മാനസികമായി എനിക്ക് സങ്കടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എന്റെ മാതാപിതാക്കൾ എന്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്നെ ആ അറബിക് കോളേജിലാക്കുക എന്നുള്ളതായിരുന്നു. അന്ന് ഞാൻ ആ പഠിച്ച അറബിക് കോളേജിലെ ഓരോ രാവും പകലും എനിക്ക് അറബി പഠിപ്പിച്ചു തന്ന, എനിക്ക് ദീന് പഠിപ്പിച്ചു തന്ന ഉലമാക്കള് നിങ്ങളെ കൊണ്ടാ ജീവിച്ചത്. ഞാൻ കഴിച്ച ഭക്ഷണം നിങ്ങളെ കൊണ്ടാ എനിക്ക് കിട്ടിയത്. ആ അറബിക് കോളേജിന് വേണ്ടി കേരളത്തിന്റെ മുക്കുമൂലകളിലുള്ള ഓരോ കുടുംബങ്ങളും കൈയയച്ച് സഹായിച്ചപ്പോ 100 കണക്കിന് ഉലമാക്കൾ, 100 കണക്കിന് ഖുർആൻ പഠിതാക്കൾ, 100 കണക്കിന് ഖതീബുമാർ ഇന്ന് കേരളത്തിന്റെ ഓരോ പള്ളി മിമ്പറുകളും അലങ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുറപ്പിക്കാം, ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ഓതുന്ന ആയത്തിന്റെ കൂലി പോലും ഈ കൂട്ടത്തിലെ പലർക്കും കിട്ടും. എന്തുകൊണ്ട്? നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ മത്സരിച്ചത് കൊണ്ടും പഠിപ്പിക്കാൻ താല്പര്യത്തോടുകൂടി സാമ്പത്തികമായും ശാരീരികമായും നിങ്ങൾ സഹായം ചെയ്തത് കൊണ്ടും. ശരി, അങ്ങനെയാണെങ്കിൽ ഉള്ളാളിലെ, തളപ്പാടിയിലെ, മംഗലാപുരത്തെ 100 കണക്കിന് കുടുംബക്കാരിവിടെ ഇപ്പോഴും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ജീവിക്കുമ്പോ അതിനുവേണ്ടി പണിയെടുത്ത് ഓരോ കുടുംബത്തിന്റെ ഓരോ ജീവിത മേഖലകളിലേക്കും അള്ളാഹുവിന്റെ ഖുർആനിന്റെ വടക്കെത്തിക്കാൻ, പഠിതാക്കളാവാൻ, പഠിച്ചിട്ട് ദീനിനെ തിരിച്ചറിയാൻ നമുക്കിനി മത്സരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മണ്ണിൽ നമ്മളെ കാത്തിരിക്കുന്നത് വേദനാജനകമായ ഒരു മടക്കമായിരിക്കും. അതില്ലാതിരിക്കണമെങ്കിൽ മുറിയാത്ത നന്മയായി ഖബറിലേക്ക് കിട്ടാൻ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളും
അതിന്റെ പ്രചാരകന്മാരുമാവണം. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, യുവാക്കളെ, ഈ പ്രദേശത്തെ ഓരോ രക്ഷിതാക്കളും മക്കളെ അതിനുവേണ്ടി ഒരുക്കണം. മക്കൾ വഴിവെച്ചു പോകുന്നു, മക്കൾ വഴിതെറ്റിപ്പോകുന്നു എന്നൊക്കെ ആശങ്കപ്പെടുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, പടച്ചോന്റെ ദീനിലേക്ക് ചേർത്ത് നിർത്തി പ്രവർത്തിപ്പിച്ച് ഏത് മക്കളാ വഴിതെറ്റിപ്പോയത്? ഒരു SKSMന്റെയും അതല്ലെങ്കിൽ ഇവിടുത്തെ യുവജന പ്രസ്ഥാനത്തിന്റെയും ഇവിടത്തെ മുതിർന്ന ദീനി പഠിതാക്കളുടെയും ഈ ഖുർആൻ പഠിതാക്കളിലേക്കൊക്കെ ചേർന്ന് നിന്ന ഏത് മക്കളാ വഴിതെറ്റിപ്പോയത്? അള്ളാന്റെ ദീനിനോട് ചേർന്ന് നിന്ന ഒരാളെയും പടച്ചോൻ വഴിതെറ്റിച്ചിട്ടില്ല. മറിച്ച് വീട്ടിലിരുന്നിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് യാതൊരു കാര്യത്തിലും ഇടപെടാതെ നാട്ടിലെ കൂട്ടുകാരന്റെ തോള് കൈയിട്ട് തിന്നാനുള്ളത് മാത്രം ചിന്തിച്ച് കരിച്ചതും പൊരിച്ചതും പൊട്ടിത്തെറിച്ചതും കുഴിമന്തിയും ലബനീസും ചൈനാനും തുർക്കിഷും വാരി വലിച്ച് തിന്നോലേ ലക്ഷ്യം പഴച്ചിട്ടുള്ളൂ. ആ ഭക്ഷണം കുറ്റവാളി എന്നുള്ളത് കൊണ്ടല്ല, രാവ് പകലാക്കിയവർ, ആസ്വദിച്ചവർ. അവരിൽ എന്റെ മക്കൾ ഉണ്ടാവരുതെന്ന ചിന്തയോടുകൂടി നമ്മളെ മക്കളെ ഖുർആനിന്റെ പഠിതാക്കളാക്കാനും മുൻപോട്ട് കൊണ്ടുപോകാനും പറ്റണം. നമ്മൾ കാണിക്കുന്ന കാർക്കശ്യത്തെക്കാൾ സ്നേഹത്തോടെയുള്ള പരിഗണന. ഞാൻ പറയാറുണ്ട്, കേരളത്തിലും ഈ കർണാടകയിലൊക്കെ മാറുന്നതും ചില ആളുകളുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെ കൊണ്ടാ. നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെ കൊണ്ട് കേരളത്തിലൊക്കെ ഉള്ള ഒരു അവസ്ഥ എന്തായിരുന്നു? 9 മാസം ഗർഭിണിയായ സ്ത്രീയെ ഒരിക്കലും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല, നഫീസത്ത് മാല കുടിക്കണം. അത് പിഞ്ഞാണത്തിൽ എഴുതി കലക്കി കുടിപ്പിക്കും. അപസ്മാരാണോ മന്ത്രി ചൂതിക്കെട്ടണം. കിടന്ന പെണ്ണ് കിടക്കപ്പായെന്ന് കുറച്ച് തെറ്റിക്കിടന്നോ ജിന്നു കൊണ്ടുപോയി. ഇതൊക്കെയായിരുന്നു കേരളത്തിന്റെ അവസ്ഥകള്. ആ അവസ്ഥയിൽ ഇത് മാറിയത് എങ്ങനെയാ? ഒരു പറ്റം യുവാക്കള്, ഒരു പറ്റം പണ്ഡിത യുവാക്കള്, അതോടൊപ്പം തന്നെ ഉമറാക്കള്, ശരീരം കൊണ്ടും കഴിവുകൊണ്ടും കൂടെ നിൽക്കുന്ന ഉമറാക്കളായ യുവാക്കള്, അവര് ചേർന്നു നിന്നു പണ്ഡിതന്മാരുടെ കൂടെ, വക്കം മൗലവിയുടെ കൂടെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ കൂടെ, അബു സബാഹ് മൗലവിയുടെ കൂടെ, അമാനി മൗലവിയുടെ കൂടെ, AP അബ്ദുൽ ഖാദർ മൗലവിയുടെ കൂടെ നെഞ്ചും വിരിച്ച് കൂടെ നിന്നപ്പം ഇന്ന് കേരളം മാറിയില്ലേ? എത്ര പള്ളികളിൽ മലയാളത്തിലെ ഖുതുബ, എത്ര പെൺമക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം, എന്തിന് എത്ര മദ്രസകൾ, എത്ര ഹോസ്പിറ്റലുകൾ. ഇതൊക്കെ ഒരു കൂട്ടം ആളുകളുടെ തുടക്കം കൊണ്ട് അവർ കണ്ട സ്വർഗമായിരുന്നെങ്കിൽ, സ്വപ്നമായിരുന്നെങ്കിൽ, ആ സ്വപ്നം ഇന്ന് അനുഭവിക്കുന്നത് ഞാനും നിങ്ങളുമാ. ഇതിന്റെ കീഴിലും കർണാടകയിലെ SKSMന്റെ കീഴിലും ഇതുപോലെ സ്വപ്നം കണ്ട പലരുടെയും സൗഭാഗ്യത്തിന്റെ സ്വപ്നമാ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ, നാളെ ഇതിനേക്കാൾ ഭയാനകമായ മാറ്റത്തിലേക്ക് തലമുറകൾ മാറുമ്പോ, മാതാക്കളെയും പിതാക്കളെയും തിരിച്ചറിയാത്തൊരു കാലഘട്ടത്തിൽ, സ്വന്തം പെങ്ങൾക്ക് പോലും ഗർഭമുണ്ടാക്കുന്ന കാലഘട്ടത്തിൽ, 4 കാലിൽ തെരുവുകളിലൂടെ അഴിഞ്ഞാടുന്ന, വസ്ത്രം ധരിച്ചാൽ പോലും ധരിക്കാത്തവളെ പോലെ കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഒരു തലമുറക്ക് മുൻപിൽ നമ്മളെയുള്ളൂ. ആ തിരിച്ചറിവ് യുവാക്കളെ മനസ്സൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ ചതിയന്മാരാണ് അവര്. ഈ നാടിനെ ചതിച്ചവർ, അള്ളാന്റെ ദീനിനെ ചതിച്ചവർ, സ്വന്തം ജീവിതത്തെ ചതിച്ചവർ. മക്കളെ ആ പാതയിലേക്ക് കൈപിടിക്കാൻ പറ്റാത്ത രക്ഷിതാക്കളും ആ മക്കൾക്ക് വലിയ അപമാനവും പരീക്ഷണവുമാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതൊരു തുടക്കമാകട്ടെ മാറ്റങ്ങൾക്ക്, തിരുത്തലുകൾക്ക്. ഏത് രംഗത്തും നമ്മൾ ഒരുമിച്ച് നിന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുൻയാനുൻ മർസൂസ്. ചേർത്ത് വെക്കപ്പെട്ട കരിങ്കല്ലുകളെ പോലെ, മരത്തടികളെ പോലെ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ, നിങ്ങൾ ഉറച്ചു നിന്നാൽ, നിങ്ങൾ അറിഞ്ഞു പണിയെടുത്താൽ, യുഹിബ്ബുല്ലദീന, അവരെയാണ് റബ്ബ് ഇഷ്ടപ്പെടുന്നത്. യുഖാതിലൂന ഫീ സബീലില്ലാഹി സഫൻ കഅന്നഹും ബുൻയാനുൻ മർസൂസ്. ഏത് പാറകൾക്ക് മുൻപിലും, ഏത് മലവാര് പള്ളപ്പാച്ചിലിന്റെ മുൻപിലും, ഏത് പ്രളയത്തിന്റെ മുൻപിലും നിങ്ങൾക്ക് കെട്ടുറപ്പോടെ നിൽക്കാൻ പറ്റും. നിങ്ങളെ കയ്യിൽ അള്ളാന്റെ കലാമുണ്ടെങ്കിൽ, നിങ്ങളെ കയ്യിൽ മുത്തുനബിയുടെ ജീവിതമുണ്ടെങ്കിൽ, നിങ്ങൾ ആഹാരത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ മരണത്തെ കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ആ മരണമെന്ന ലോകത്തേക്ക്, നാഥന്റെ അരികിലേക്ക്, ഖബറിലേക്ക്, സുമ്മ അമാതഹു ഫഅക്ബറ സുമ്മ ഇദാ ശാ അൻശറ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ, ആ കാത്തിരിക്കുന്ന ലോകത്ത് അമ്പിയാക്കളോടും ഔലിയാക്കളോടുമൊപ്പം സിറാത്ത് എന്ന പാലം കടന്ന് സ്വർഗീയ ആരാമത്തിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നടക്കാൻ റബ്ബേൽപ്പിച്ചു തന്ന ദീനിനെ, റബ്ബേൽപ്പിച്ചു തന്ന ഖുർആനിനെ
റബ്ബ് ഏൽപ്പിച്ചു തന്ന ജീവിതത്തെ ആ റബ്ബിന് തിരിച്ചു കൊടുക്കുന്ന മാന്യന്മാരായ മുസ്ലിമീങ്ങളാവാൻ. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെ പോലെ കാലത്തിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് തപ്പിത്തടഞ്ഞു നീങ്ങുന്ന വെറും ചണ്ടി മുസ്ലിമീങ്ങളല്ല റബ്ബേ. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമാണ് റബ്ബേ എന്ന് ആർജവത്തോടെ പറയാൻ, എന്റെ കയ്യിലുള്ളത് ഖുർആനാണെന്ന് പറയാൻ നമുക്കെന്ന് സാധിക്കുന്നു, അന്ന് നാട് മാറും, നമ്മൾ മാറും, മഹല്ല് മാറും, നാളെ ആഖിറത്തിലേക്കുള്ള നമ്മുടെ യാത്രയും മാറും. ആ തിരിച്ചറിവോടെ പ്രവർത്തിക്കാനാവട്ടെ ഈ ഒരു സമ്മാനദാനങ്ങളും ഇനി അങ്ങോട്ടുള്ള പഠനങ്ങളും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബേ, ഇതൊരു നല്ല സ്വാലിഹായ അമലായി നീ സ്വീകരിക്കുകയും ഇതിനേക്കാൾ ഭംഗിയുള്ള നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ നീ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നാഥ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. നാഥ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതൊരു വസിയത്തായതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. റബ്ബേ, ഓരോ കുടുംബത്തിനും മക്കളെന്ന അനുഗ്രഹം നൽകി എല്ലാവരോടും നീ കാരുണ്യം കാണിക്കണമേ. പല പരീക്ഷണത്തിലും മനസ്സ് വേദനിച്ച് ജീവിക്കുന്നവർക്ക് ക്ഷമയോടെ ആ പരീക്ഷണങ്ങളെ നേരിടാൻ നീ തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, المؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت سميع الدعاء. ഒരൊറ്റ കാര്യം കൂടി, നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെ ഉൾപ്പെടുത്തണം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ഇനിയും അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യാനും ആഫിയത്തിനും ദീർഘായുസ്സിനും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു തവണ ഞാൻ ഏറ്റിട്ട് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഓരോ ദിവസവും ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളെ കൊണ്ട് മാറിപ്പോയതാണ്. അതൊരു പൊരുത്തക്കേടായിട്ട് മനസ്സിൽ വെക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനിയും കണ്ടുമുട്ടാം എന്ന പ്രാർത്ഥനയിൽ, എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകും. ക്ഷണിച്ചതിനും ഇങ്ങനെയൊരു വാക്കങ്ങളോട് പറയാൻ പറ്റിയതിനും അൽഹംദുലില്ലാ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.